We were discussing about the mode. We had discussed in the last class about how to find mode in case of individual series as well as discrete series. Today we are going to discuss about the continuous series. Mode എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ തന്നെ it lies in the class having highest frequency. highest frequency ഉള്ള ക്ലാസ് ഏതാണോ അതിന് നേരെയുള്ള വാല്യൂനെയാണ് നമ്മൾ മോഡ് എന്ന് പറയുന്നത്. ദെൻ മോഡ് കണ്ടിന്യൂസ് ക്ലാസിൻ്റെ കേസിൽ മോഡ് കാണാനുള്ള ഫോർമുലയാണ് ഫസ്റ്റ് വൺ z ഈക്വൽ ടു L1 പ്ലസ് F1 മൈനസ് F0 ബൈ 2F1 മൈനസ് F0 മൈനസ് F2 ഇൻറ്റു L2 മൈനസ് L1. ഇതിലെ ടേംസൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ ടേംസൊക്കെ തന്നെയാണ്. അതല്ലാതെ വ്യത്യാസമുള്ളത് F1 എന്ന് വെച്ചാൽ മോഡൽ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി, F0 എന്ന് വെച്ചാൽ പ്രിസീഡിങ് മോഡൽ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി, അതായത് മോഡൽ ക്ലാസ്സിന് തൊട്ട് മുന്നേ ഉള്ള ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി. F2 എന്ന് പറഞ്ഞാൽ മോഡൽ ക്ലാസ് കഴിഞ്ഞ് ജസ്റ്റ് അതിന് ശേഷം വരുന്ന ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി. L1 L2 നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ഒക്കെയാണ്. ഇനി രണ്ടാമതൊരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. സപ്പോസ് ആ ഡിനോമിനേറ്ററിൽ കാണുന്ന ഇക്വേഷനിലെ വാല്യൂ, അതായത് 2F1 മൈനസ് F0 മൈനസ് F2 എന്ന് പറയുന്നത് അത് 0 ആയാൽ Z കാണാൻ വേറൊരു ഇക്വേഷൻ ഉണ്ട്, അതാണ് ഇവിടെ സെക്കൻഡ് വൺ തന്നിരിക്കുന്നത്. ഓക്കെ, ആ കേസ് നമുക്ക് അധികം വരാറില്ല. ദെൻ തേർഡ് വൺ, if the frequency of the preceding class is greater than the frequency of the model class. F0 എന്ന് പറയുന്നില്ലേ, അതിൻ്റെ ഫ്രീക്വൻസി പ്രിസീഡിങ് ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി മോഡൽ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസിനേക്കാളും വലുതായാൽ, അങ്ങനെയാണെങ്കിൽ നമ്മൾ വേറൊരു ഇക്വേഷൻ യൂസ് ചെയ്യും, അതാണ് തേർഡ് വൺ. Z ഈക്വൽ ടു L1 പ്ലസ് F2 ബൈ F0 പ്ലസ് F2 ഇൻറ്റു L2 മൈനസ് L1. നമ്മൾ കൂടുതലായിട്ടും പ്രോബ്ലംസിൽ ഇതൊന്നും യൂസ് ചെയ്യാറില്ല. ഫസ്റ്റ് ഇക്വേഷനും ഫോർത്ത് ഇക്വേഷനും യൂസ് ചെയ്യാറുള്ളൂ. ഫോർത്ത് കേസ് നോക്കുക. ചില കേസിൽ ബൈമോഡൽ ഡിസ്ട്രിബ്യൂഷൻ വരും. ബൈമോഡൽ എന്ന് വെച്ചാൽ നമ്മൾ അനാലിസിസ് ടേബിൾ ചെയ്യുമ്പോൾ ഫ്രീക്വൻസി ഒരേപോലെ വരുന്നു. അതായത് 10 എന്നാണ് ഒരെണ്ണത്തിന് ഫ്രീക്വൻസി കിട്ടിയത്, വേറൊരു ക്ലാസ്സിനും 10 എന്ന് കിട്ടിയെന്ന് വെച്ചു. അതായത് രണ്ട് മോഡുള്ള പോലെ വരും, ബൈ മോഡുള്ള പോലെ തോന്നും. അങ്ങനെ വന്നാൽ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ മോഡ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. അപ്പം മീൻ കാണണം, മീഡിയൻ കാണണം. ഏതിന് വേണ്ടിയിട്ട്? കണ്ടിന്യൂസ് സീരീസിന് വേണ്ടിയിട്ട്. ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ ഫൈൻഡ് മോഡ്. നമുക്ക് പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ ഇത് ബിലോ 10 ബിലോ 20 ആ മോഡൽ ലെസ് ദാൻ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വെച്ചിട്ട് നമ്മൾ ക്ലാസ് നോക്കുന്നു. ക്ലാസ് എന്ന് വെച്ചാൽ വേജസ് അല്ലേ, വേജസ് എന്ന് വെച്ചാൽ 0 to 10, 10 to 20 ആ രീതിയിലെടുത്തു. ദെൻ ഫ്രീക്വൻസി കാണണം. ആദ്യം ഗ്രൂപ്പിംഗ് ടേബിളും രണ്ടാമത് അനാലിസിസ് ടേബിളും വരയ്ക്കേണ്ടത്. ഗ്രൂപ്പിംഗ് ടേബിളിൽ ആദ്യം ഫ്രീക്വൻസി എഴുതുന്നു. ഫ്രീക്വൻസി ആദ്യത്തെ ക്ലാസ് 4 തന്നെ, രണ്ടാമത്തെ ക്ലാസ് പണ്ട് പറഞ്ഞിട്ടുള്ളതുപോലെ എങ്ങനെയാണ് കിട്ടുന്നത്? 12 മൈനസ് 4, അതായത് 8. ദെൻ അടുത്തത് 30 മൈനസ് 12, 18. ദെൻ 30, 20, 10, 5, 3, 2. ഇനി എന്ത് ചെയ്യണം? ഗ്രൂപ്പിംഗ് ഇൻ 2s എന്ന് ചെയ്യണം. ഗ്രൂപ്പിംഗ് ഇൻ 2s ചെയ്യാൻ നേരത്ത് ഫ്രീക്വൻസിയിലെ ആദ്യത്തെ രണ്ട് ടേംസ് വാല്യൂസ് തമ്മിൽ കൂട്ടുക. 4 + 8 12, ദെൻ 18 + 30 48. ആ രീതിയിൽ 30 എന്നും 8 എന്നും ഗ്രൂപ്പിംഗ് ഇൻ 2സിൻ്റെ സെക്കൻഡ് കോളത്തിൽ കിട്ടി. ഇനി 3 എന്ന് എഴുതിയേക്കുന്ന കോളം, തേർഡ് കോളത്തിൽ എന്ത് ചെയ്യും? ആദ്യത്തെ വാല്യൂ മാറ്റിയിട്ട് മിച്ചമുള്ള രണ്ട് വാല്യൂസിനെ ഗ്രൂപ്പ് ചെയ്യുന്നു. അതായത് 8 + 12 26, 30 + 20 50. ആ രീതിയിൽ 15ഉം 5ഉം കിട്ടി. ഇനി ഗ്രൂപ്പിംഗ് ഇൻ 3s 3 ആയിട്ട് വേണം ഗ്രൂപ്പ് ചെയ്യാൻ. അപ്പോൾ 4 + 8 + 18 30 എന്ന് കിട്ടും. ദെൻ അടുത്തത് 8 + 18 + 30 30 + 20 + 10. അപ്പോൾ 30 + 20 + 10 60. അതുപോലെ ദെൻ 5 + 3 + 2 10. അങ്ങനെ ആദ്യത്തെ ഫോർത്ത് കോളം കിട്ടി. ഫിഫ്ത്ത് കോളം കാണുമ്പോൾ എന്ത് ചെയ്യണം? ഫ്രീക്വൻസിയിൽ ആദ്യത്തെ കോളം ആദ്യത്തെ വാല്യൂ മാറ്റി മിച്ചമുള്ള 3 എണ്ണം,
അതായത് 8 പ്ലസ് 18 പ്ലസ് 30 ആ രീതിയിൽ 3 3 എന്ന രീതിയിൽ ആഡ് ചെയ്ത് പോവുക. ദെൻ സിക്സ്ത് കോളത്തിൽ എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ രണ്ട് വാല്യൂസ്, ഫ്രീക്വൻസിയിലെ രണ്ട് വാല്യൂസിനെ മാറ്റുക, 4ഉം 8ഉം മാറ്റുക. ബാക്കിയുള്ള 3 വെച്ച് ഗ്രൂപ്പ് ചെയ്യുക. അപ്പോൾ 18 പ്ലസ് 30 പ്ലസ് 20 68. ദെൻ 10 പ്ലസ് 5 പ്ലസ് 3 18. അതോടെ ഗ്രൂപ്പിംഗ് ടേബിൾ കംപ്ലീറ്റ് ആയി. ഇനി ഗ്രൂപ്പിംഗ് ടേബിളിലെ വലിയ വാല്യൂ ഏതാണോ അതിന് കറസ്പോണ്ടിങ് ഉള്ള ഫ്രീക്വൻസിക്ക് നേരെ ക്രോസ് മാർക്ക് അഥവാ ഇൻറ്റു മാർക്ക് ഇടണം. ഇത് ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത കുട്ടികൾ അത് പോയി ഒന്നുകൂടെ അറ്റൻഡ് ചെയ്യുക. ഓക്കെ. സോ ഫസ്റ്റ് നമ്മൾ ഫ്രീക്വൻസി നോക്കുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ 30 ആണ് അല്ലേ? അപ്പം 30നെ മാർക്ക് ചെയ്തു. സോ ഫ്രീക്വൻസിയുടെ അവിടെ അനാലിസിസ് ടേബിളിൽ ഫ്രീക്വൻസിയുടെ അവിടെ 30യുടെ നേരെ ഒരു എക്സ് മാർക്ക് വന്നു. ദെൻ അടുത്തത് സെക്കൻഡ് കോളത്തിൽ വലുത് നോക്കിയപ്പോൾ 48 ആണ്. 48 എന്ന് വെച്ചാൽ ആർക്ക് കറസ്പോണ്ടിങ് ആണ്? 18നും അതുപോലെ 30ക്കും കറസ്പോണ്ടിങ് ആണ്. അപ്പോൾ 18ൻ്റെയും 30യുടെയും നേരെ ഓരോ എക്സ് മാർക്ക് സെക്കൻഡ് കോളത്തിൽ കൊടുത്തു. തേർഡ് കോളത്തിൽ വലുത് 50 ആണ്. അതിന് കറസ്പോണ്ടിങ് വരുന്ന 13 20 ആണ്. അതിന് നേരെ എക്സ് മാർക്ക് കൊടുത്തു. ദെൻ അടുത്ത 60 ആണ്. 60ക്ക് കറസ്പോണ്ടിങ് വരുന്നത് 30 20 10. അതിന് 3നും എക്സ് മാർക്ക് കൊടുത്തു. ആ രീതിയിൽ 6 കോളത്തിനും ക്രോസ് മാർക്ക് അല്ലെങ്കിൽ എക്സ് മാർക്ക് കൊടുക്കുന്നു. ഇനി അതിൻ്റെ ടോട്ടൽ നോക്കണം. ടോട്ടൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് 6 ആണ്. 6 എന്ന് പറയുന്നത് 30 to 40 എന്ന് പറയുന്ന ക്ലാസ്സിനാണ്. 30 to 40 എന്ന് പറയുന്ന ക്ലാസ് ആയിരിക്കും അപ്പോൾ മോഡ് ക്ലാസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അവിടെ L1 എത്ര വരും? 30, L2 40. ദെൻ പിന്നെന്താ? F0, F1, F2 ഇതൊക്കെ വേണം. F1 എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടും? ഓൾറെഡി കിട്ടിയതാണല്ലോ, 30. ദെൻ F0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30ക്ക് തൊട്ട് മുന്നേ ഉള്ളത് 18. F2 എന്ന് വെച്ചാൽ 30ക്ക് ശേഷം വന്ന ഫ്രീക്വൻസി 20. അപ്പോൾ അത് കിട്ടി. L1 L2 അറിയാം. അപ്പോൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി ഇക്വേഷനിലോട്ട്. സോ ചെയ്ത് വരുമ്പോൾ 35.45 എന്ന് കിട്ടും. ഓക്കെ, അതാണ് മോഡിൻ്റെ വാല്യൂ അഥവാ മോഡ്. പക്ഷെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് നോക്കുമ്പോൾ മോഡ് 30 ആണെന്നൊക്കെ ആയിരുന്നു തോന്നുന്നത്. പക്ഷെ 30 അല്ല, 35.45 ആണ് മോഡായിട്ട് കിട്ടിയത്. ഓക്കെ, ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെ മോർ ദാൻ ടൈപ്പാണ് അടുത്തത്. ക്വസ്റ്റ്യൻ നമ്പർ 43. നേരത്തെ ബിലോ ആണ് തന്നതെങ്കിൽ ഇവിടെ എബവ് ആണ് തരുന്നത്. അപ്പോൾ അത് നമ്മളിപ്പോൾ നിനക്ക് ക്ലാസ് എഴുതുന്നു. 0 to 10, 10 to 20 ആ രീതിയിൽ ക്ലാസ് എഴുതുന്നു. ഇവിടെ ആകെയുള്ളൊരു വ്യത്യാസം ഫ്രീക്വൻസി എടുത്തെഴുതുന്നതാണ്. ഫ്രീക്വൻസി കാണുന്നത് എങ്ങനെയാണ്? ആദ്യത്തെ ഫ്രീക്വൻസി 122 - 118 4 എന്ന് കിട്ടും. ദെൻ അടുത്തത് 118 - 112 എത്രയാ? 118 നിന്ന് 112 പോയാൽ 6 എന്ന് വരും. ദെൻ 112 - 92 20 ആ രീതിയിൽ ഫ്രീക്വൻസി കിട്ടും. പിന്നെ സെക്കൻഡ് ഗ്രൂപ്പിംഗ് ഇൻ ടൂസിൽ സെക്കൻഡ് കോളം അതെങ്ങനെയാണ്? നേരത്തെ പറഞ്ഞ പോലെ 4 + 6 20 + 32 33 + 17 8 + 2 ആ രീതിയിൽ സെക്കൻഡ് കോളം ഫില്ല് ചെയ്യുന്നു. തേർഡ് കോളം ആകുമ്പോൾ ആദ്യത്തെ ഒരെണ്ണം വിട്ടിട്ട് ബാക്കി 2 2 എന്ന രീതി എടുക്കും. 6 + 20 ദെൻ 32 + 33 ആ രീതിയിൽ ചെയ്യുന്നു. ദെൻ ഗ്രൂപ്പിംഗ് ഇൻ ത്രീസ് നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്തു. അതുപോലെ ഫ്രീക്വൻസിയൊക്കെ നേരത്തെ പറഞ്ഞ പോലെ മാർക്ക് ചെയ്യുന്നു. ഇവിടെ വ്യത്യാസം വന്നത് ടോട്ടൽ എടുത്തപ്പോൾ 13551 എന്നാണ് വന്നത്. ഇതിൽ ഹയസ്റ്റ് വാല്യൂ ഏതാ? 5 ആണ് ഹയസ്റ്റ് വാല്യൂ. ഒരു 5 അല്ല, 2 5 ഉണ്ട്. വിച്ച് മീൻസ് ഇതൊരു ബൈമോഡൽ സീരീസാണ്. 2 മോഡുള്ള സീരീസാണ്. ബൈമോഡൽ സീരീസ് വരുമ്പോൾ ഇക്വേഷൻ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഏതാണ് ഇക്വേഷൻ? മോഡ് = 3 മീഡിയൻ - 2 മീൻ. അപ്പം നമ്മളിനി എന്ത് ചെയ്യണം? മീഡിയനും കണ്ടുപിടിക്കണം, മീനും കാണണം. ഫസ്റ്റ് ഓഫ് ഓൾ മീൻ കാണാം. കണ്ടിന്യൂസ് സീരീസ് ആണ്. മീൻ കാണാൻ വേണ്ടിയിട്ട് ക്ലാസ് എഴുതി അതിൻ്റെ മിഡ് വാല്യൂ കണ്ടുപിടിച്ചു. ഫ്രീക്വൻസി ക്വസ്റ്റ്യനിലുള്ള അതുപോലെ, ക്വസ്റ്റ്യനിലല്ല നമ്മൾ ഓൾറെഡി അനലൈസ് ചെയ്തതാണ്, ആ ഫ്രീക്വൻസി അതുപോലെ എടുത്തെഴുതി. പിന്നെ DX കാണണം. DX എന്ന് വെച്ചാൽ x - a ആണ്. a എന്ന് പറയുന്ന അസ്യൂംഡ് മീൻ നമ്മൾ തൽക്കാലം 35 എന്ന് എടുത്തു, അല്ലെങ്കിൽ 45 എന്ന് എടുക്കാം.
അപ്പോൾ ഡി എക്സ് കാണാൻ എക്സ് മൈനസ് 35, അതായത് 5 മൈനസ് 35 മൈനസ് 30, ആ രീതിയിൽ ഡി എക്സ് കിട്ടി. എഫ് ഇൻറ്റു ഡി എക്സ് എന്ന് പറയുന്ന കോളം കാണുന്നു, അതായത് 4 ഇൻറ്റു മൈനസ് 30, ആ രീതിയിൽ എഫ് ഡി എക്സ് കണ്ടു. അതുപോലെ ഇവിടെ ഇടയ്ക്ക് വിട്ടുപോയൊരു സാധനം സി എഫ് കൂടെ കാണണമായിരുന്നു, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. സി എഫ് ആദ്യത്തത് 4, രണ്ടാമത്തെ എങ്ങനെ കിട്ടും? ഫ്രീക്വൻസിയിലെ ആ രണ്ടെണ്ണം കൂട്ടുക, 4 + 6 എത്രയാ? 10. എന്നിട്ട് അടുത്തത് 10 + 20 30, 30 + 32 62, ആ രീതിയിൽ സി എഫ് കൂടെ കണ്ടുപിടിച്ച് വെച്ചു. ഫ്രീക്വൻസിയുടെ സം ഒന്ന് താഴെ നോക്കി വെച്ചു. സം ഓഫ് ഫ്രീക്വൻസിയാണ് ക്യാപിറ്റൽ N 122. അതുപോലെ എഫ് ഡി എക്സിൻ്റെ സമ്മും ഒന്ന് കൂട്ടി വെച്ചു. ഇനി ഡയറക്റ്റ് എക്സ് ബാർ കാണാം. എക്സ് ബാർ കാണാൻ വേണ്ടിയിട്ട് എക്സ് ബാർ ഈക്വൽ ടു എ പ്ലസ് സിഗ്മ ഡി എക്സ് ബൈ എം. ഡയറക്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 39.51 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് മീൻ കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക? ഇനി മീഡിയൻ കൂടെ കണ്ടുപിടിക്കണം. ഓക്കെ, മീഡിയൻ കണ്ടതിന് ശേഷം മോഡ് കാണാൻ എന്ത് ചെയ്താൽ മതി? 3 ടൈംസ് മീഡിയൻ മൈനസ് 2 ടൈംസ് മീൻ, ആ രീതിയിൽ ചെയ്താൽ മതി. മീഡിയൻ കാണുന്ന ഇക്വേഷൻ ഓർമ്മയുണ്ടല്ലോ, നേരത്തെ നമ്മൾ ചെയ്തതായിരുന്നു. എന്തായിരുന്നു അത്? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, കഴിഞ്ഞതിൻ്റെ മുന്നലത്തെ ക്ലാസ്സിൽ. എം ഈക്വൽ ടു സൈസ് ഓഫ് n/2 ഐറ്റം. അപ്പോൾ ആ രീതിയിൽ നോക്കും. ആ രീതിയിൽ നോക്കുമ്പോൾ മീഡിയൻ ക്ലാസ് കിട്ടും. ദെൻ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. ഇക്വേഷൻ എന്തായിരുന്നു? L1 + L2 - L1/F × M - C. അത് അപ്ലൈ ചെയ്യുക. അത് അപ്ലൈ ചെയ്യാൻ നേരത്ത് വാല്യൂ 39.69 എന്ന് കിട്ടും. ഓക്കെ, മീഡിയൻ്റെ വാല്യൂ പറയുന്നത് 39.69. ഇനി മോഡ് കാണാമല്ലോ. മോഡ് കാണാൻ 3 മീഡിയൻ മൈനസ് 2 മീൻ ചെയ്താൽ മതി. അപ്പോൾ 3 മീഡിയൻ മൈനസ് 2 മീൻ എന്ന് പറയാൻ നേരത്ത് Z ഈക്വൽ ടു 3 × 39.69 മൈനസ് 2 × 39.51. സോൾവ് ചെയ്യുമ്പോൾ 40.05 എന്ന് കിട്ടും. അതാണ് മോഡിൻ്റെ വാല്യൂ. അതിൻ്റെ ഇമേജ് തൽക്കാലം ഇവിടെ ഇല്ല, സ്കാൻ ചെയ്തപ്പോൾ അത് വന്നില്ല, മാറിപ്പോയി. സോ ഈ ഇമേജ് ഞാൻ സെപ്പറേറ്റ് പോസ്റ്റ് ചെയ്തേക്കാം. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യത്തിൻ്റെ ഇമേജ് സെപ്പറേറ്റ് ഇട്ടേക്കാം. ഓക്കെ, കാൽക്കുലേഷൻ ഓഫ് മീഡിയനും കാൽക്കുലേഷൻ ഓഫ് മോഡും. ഓക്കെ, തൽക്കാലം അത്രയും മതി. നല്ല രീതിയിൽ നോക്കുക, പഠിക്കാൻ വേണ്ടി തന്നെ ബുക്കിലോട്ട് പകർത്തുക, അല്ലാതെ വെറുതെ നോക്കി കോപ്പി അടിക്കരുത്. നിങ്ങൾ എഴുതുന്ന കൂട്ടത്തിൽ, പ്രോബ്ലം ചെയ്യുന്ന കൂട്ടത്തിൽ അതൊന്ന് മനസ്സിലാക്കി പഠിച്ച് തന്നെ പോവുക. ലാസ്റ്റ് ഇരുന്ന് പഠിക്കാൻ നോക്കിയാൽ പറ്റത്തില്ല, അത് ഭയങ്കര പാടായിട്ട് തോന്നും. ഓക്കെ, താങ്ക് യു.